എന്തോ ഇത് മംഗലാപുരം മസ്ജിദ് തഖ്വ സുന്നി ജനലക്ഷങ്ങളുടെ ആധികാരിക ശബ്ദം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദോ ഇന്ത്യയിൽ പണിതുയർത്തിയ 2000-ഓളം പള്ളികളിൽ ഏറ്റവും വലുതും കോടികൾ വിലമതിക്കുന്നതുമായ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്തോ തല ഉയർത്തി നിൽക്കുന്ന മസ്ജിദ് തഖ്വ കോടികൾ വിലമതിക്കുന്ന ഈ മസ്ജിദ് ഉദ്ഘാടനത്തിനോ യാതൊരു മടിയും കൂടാതെ കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ ഓടിയെത്തി അഭിവന്ദ്യരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കാന്തപുരം ഉസ്താദ് പണിത പള്ളിയുടെ ഉദ്ഘാടനത്തിനോ പാണക്കാട് തങ്ങൾ എത്തിയപ്പോൾ വിഘടിത വിഭാഗം ഉറഞ്ഞു തുള്ളി. പാണക്കാട് തങ്ങൾക്കെതിരെ സ്വന്തം മാസികയിൽ അവർ തുറന്നെഴുതി. പക്ഷേ പാണക്കാട് തങ്ങൾ കാരന്തൂർ മർക്കസിന്റെ സുവനീറിൽ തുറന്നെഴുതി. ഇത് കണ്ട വിഘടിത സെക്രട്ടറി പാണക്കാട് തങ്ങളെ തരം താഴ്ത്തുന്നത് കേൾക്കൂ. അങ്ങനെ നമ്മളെ ചില ലീഗിന്റെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പല ആളുകളും ഉപദേശിച്ചു, ഇത് കുഴപ്പമുണ്ട് തീരെ, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കുന്നത് എന്താ ഇത് ആവശ്യം മനസ്സിലാവണില്ല. മനസ്സിലായാൽ നമുക്ക് നോക്കാലോ. അങ്ങനെ നമ്മളെ ചില ലീഗിന്റെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പല ആളുകളും ഉപദേശിച്ചു, ഇത് കുഴപ്പമുണ്ട് തീരെ, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കുന്നത് എന്താ ഇത് ആവശ്യം മനസ്സിലാവണില്ല. മനസ്സിലായാൽ നമുക്ക് നോക്കാലോ. ഓ വിഘടിത വിഭാഗമേ, കാന്തപുരം ഉസ്താദ് നിർമ്മിച്ച കോടികൾ വിലമതിക്കുന്ന മംഗലാപുരം മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത പാണക്കാട് തങ്ങൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 40 കോടിയുടെ ഷെഹ്റെ മുബാറക് മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ ആ തങ്ങൾ പങ്കെടുക്കുമായിരുന്നു തീർച്ച. പക്ഷേ തങ്ങൾ എന്നേക്കുമായി യാത്രയായി.